ഹലോ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്സ്വൽ റീപ്രൊഡക്ഷനിലെ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ പോവാ. ടീച്ചേഴ്സ് ഇതെങ്ങനെ ഇട്ടാലോ, ലോട്ടറി അടിച്ചാലാ, വേഗം പാടാ. സെക്സ്വൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയോടാ, ശ്രദ്ധിച്ച് പഞ്ചാര മുഞ്ചാരകൾ വൃത്തിക്ക് ശ്രദ്ധിച്ചിരുന്നോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താടാ? സിംഗിൾ കോട്ടിലിഡൻ ഓഫ് മോണോകോട്ട്. മോണോകോട്ടിൽ കാണുന്ന ഒരൊറ്റ കോട്ടിലിഡന്റെ പേരെന്താണ്? എടാ മക്കളെ, മോണോകോട്ട് എടുത്താല് അവർക്ക് ഒരു ചിറകെ കാണുള്ളടാ. ഈ ഒരു ചിറകിന്റെ പേരാണ് സാറേ എന്ത്? എന്താ വിളിക്കുക? സ്ക്യൂട്ടല്ലം. മോണോകോട്ട് എടുത്താൽ ഒരൊറ്റ ചിറക കാണുക, ആ ചിറകിന്റെ പേരെന്താ മക്കളെ? സ്ക്യൂട്ടല്ലം. സെറ്റാ സാറേ, സെറ്റ്. അടുത്ത മക്കളെ, മൈക്രോസ്പൊറാഞ്ചിയത്തിന്റെ ഇന്നർ ലെയർ ഏതൊക്കെ? മൈക്രോസ്പൊറാഞ്ച് അല്ലെങ്കിൽ ആന്തർ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അതിന് 4 ലെയറെ കാണുക. ഏറ്റവും പുറത്തുള്ള ലെയറിന്റെ പേരാണ് സാറേ എന്ത്? എപ്പിഡെർമിസ്. പിന്നുള്ള ലെയർ ഏതാടാ? എൻഡോത്തീഷ്യം. പിന്നുള്ള ലെയർ ഏതാടാ? മിഡിൽ ലെയർ. പിന്നുള്ള ലെയർ ഏതാ സാറേ? ഞാൻ പറയാം സാറേ, ഏതാ? ടപ്പീറ്റം. അപ്പൊ 4 ലെയർ ഏതൊക്കെ? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം. എപ്പി എന്തോ മിഡിലി തപ്പി. എപ്പി എന്തോ മിഡിലി തപ്പി. ഏറ്റവും ഉള്ളിലുള്ള ലെയർ ഏതാ? ഏറ്റവും ഉള്ളിലുള്ള ലെയർ ആണ് സാറേ ഏത്? ടപ്പീറ്റം. ഏറ്റവും ഉള്ളിലുള്ളത് ആരാ? ടപ്പീറ്റമാ സാറേ. അടുത്തത്, പോളൻ ഗ്രെയിനിന്റെ പുറത്തുള്ള ലെയർ എക്സൈന എങ്കിൽ അകത്തുള്ള ലെയർ ആരാ മക്കളെ? ഇൻടൈനാണ്. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് വെച്ചാ? എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് വെച്ചാ? സ്പോറോപൊല്ലനിൻ. മക്കളെ, ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്ന എന്ത് വെച്ചാ? ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്ന അവനെ വെച്ചാ സാറേ. ആരൊക്കെയാടാ? സെല്ലുലോസ് പ്ലസ് പെക്റ്റിൻ. സെല്ലുലോസ് പ്ലസ് പെക്റ്റിൻ. അപ്പൊ പോളൻ ഗ്രെയിൻസിന് 2 ലെയർ ഉണ്ട്, എക്സൈൻ, ഇൻറ്റൈൻ. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുക എന്ത് വെച്ചാ? സ്പോറോപൊല്ലനിൻ. ഇൻറ്റൈനോ? സെല്ലുലോസും പെക്റ്റിനും. അടുത്ത നോക്ക് മക്കളെ, എന്താണ് സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അറിയോടാ? ശ്രദ്ധിച്ചോ. ഇങ്ങോട്ട് വാ മക്കളെ, ഇങ്ങോട്ട് വാ. ഈ കാണുന്ന ഭാഗത്തിന്റെ പേരെന്താ? സിഗ്മ. എന്താ വിളിക്കുക? സിഗ്മ. സിഗ്മയിലേക്ക് സ്വന്തം പ്ലാന്റിലെ തന്നെ പോളൻ ഗ്രെയിൻസ് വീണാൽ, സിഗ്മയിലേക്ക് സ്വന്തം പ്ലാന്റിലെ തന്നെ പോളൻ ഗ്രെയിൻസ് വീണാൽ സിഗ്മ ആ പോളൻ ഗ്രെയിനെ അകറ്റി മാറ്റും, റിജക്റ്റ് ചെയ്യും മക്കളെ. ഇങ്ങനെ സെൽഫ് പോളൻ എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് പോളൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം പോളനെ സ്റ്റിഗ്മ റിജക്റ്റ് ചെയ്യും. ആ റിജക്റ്റ് ചെയ്യാനുള്ള കഴിവാണ് എന്ത്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫ്ലവറിലെ സിഗ്മയ്ക്ക് അതേ ഫ്ലവറിലെ തന്നെ പോളൻ ഗ്രെയിൻസിനെ അതേ ഫ്ലവറിലെ തന്നെ പോളൻ ഗ്രെയിൻസിനെ അകറ്റി മാറ്റാൻ കഴിവുണ്ട്. ചെങ്ങയ്യെ പോ, നീ വേണ്ട, ഇജ്ജ് പോ എന്ന് അകറ്റി മാറ്റാൻ കഴിവുണ്ട്. ഈ അകറ്റി മാറ്റാനുള്ള സിഗ്മയുടെ കഴിവാണ് എന്ത്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. സെറ്റ് അല്ലേടാ മക്കളെ? സെറ്റ് അല്ലേ? പിന്നെ അല്ല സാറേ, സെറ്റാണ് സാറേ. അടുത്ത നോക്കും മക്കളെ, എന്താണ് 2 ഔട്ട് ബ്രീഡിങ് ഡിവൈസ്? മക്കളെ, ഔട്ട് ബ്രീഡിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഔട്ട് ബ്രീഡിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എടാ, സെൽഫ് പോളിനേഷനെ ഇല്ലാണ്ടാക്കി ക്രോസ് പോളിനേഷനെ ഉഷാറാക്കാൻ വേണ്ട മാറ്റങ്ങൾ, പ്ലാന്റിൽ വേണ്ട മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഔട്ട് ബ്രീഡിങ് ഡിവൈസ്. എന്താ മക്കളെ ഔട്ട് ബ്രീഡിങ് ഡിവൈസ് എന്ന് പറഞ്ഞാല്? സെൽഫ് പോളിനേഷനെ ഇല്ലാണ്ടാക്കി ക്രോസ് പോളിനേഷനെ ഉഷാറാക്കാൻ പ്ലാന്റിൽ വേണ്ട മാറ്റങ്ങൾ, ആ മാറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് സാറേ എന്ത്? ഔട്ട് ബ്രീഡിങ് ഡിവൈസ്. മക്കളെ, ഔട്ട് ബ്രീഡിങ് ഡിവൈസ് ഏതൊക്കെയാണ്? ഞാൻ പറയാം. ഒന്നാണ് മക്കളെ നമ്മളിപ്പം പഠിച്ച ആര്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. എന്താടാ? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. എന്താ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാല്? ഒരു സിഗ്മയ്ക്ക് അതേ പോളൻ ഗ്രെയിൻസിനെ അകറ്റി മാറ്റാൻ കഴിവുണ്ട്. ആ കഴിവാണ് എന്ത്? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി. രണ്ടാമത്തെ ഔട്ട് ബ്രീഡിങ് ഡിവൈസ് എന്താടാ? പ്ലാന്റ് എന്ത് ഫ്ലവേഴ്സ് ഉണ്ടാക്കുക? യൂണിസെക്ച്വൽ ഫ്ലവർ. എന്താ ഉണ്ടാക്കുക? യൂണിസെക്ച്വൽ ഫ്ലവർ ഉണ്ടായാലേ സെൽഫ് പോളിനേഷൻ നടക്കൂല.
എന്ത് പോളിനേഷൻ നടക്കുക? ക്രോസ് പോളിനേഷൻ. അപ്പൊ പറ മക്കളെ, എന്താ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷനെ തടഞ്ഞ് ക്രോസ് പോളിനേഷനെ ഉഷാറാക്കുന്ന ഡിവൈസുകൾ, മാറ്റങ്ങൾ. ഏതൊക്കെയാ മാറ്റങ്ങൾ? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി, യൂണിസെക്സ്വൽ ഫ്ലവർ പ്രൊഡക്ഷൻ. ഏതൊക്കെ? സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി, യൂണിസെക്സ്വൽ ഫ്ലവർ പ്രൊഡക്ഷൻ. സെറ്റ് അല്ലേടാ? രണ്ട് കാര്യങ്ങൾ. ഓക്കെ അല്ലേ? അടുത്ത മക്കളെ, ഈ കാണിച്ചിരിക്കുന്ന ആരുടെ ചിത്രടാ? ഈ കാണിച്ചിരിക്കുന്നതാണ് മക്കളെ എംബ്രിയോ സാക്ക്. എംബ്രിയോ സാക്കിലെ ഓരോന്നും എഴുതാനാ പറഞ്ഞേക്കണേ. എ ഏതാ, ബി ഏതാ, സി ഏതാ, ഡി ഏതാന്നാ. അടുത്ത പിന്നെ സൈഗോട്ടിന്റെ പെന്നിന്റെ പ്ലോയിഡ് എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാം സാറേ, പറ മക്കളെ. നമ്മൾ ആദ്യം തുടങ്ങാം, സിയും തുടങ്ങാം. സി എന്താ? ഈ സെല്ലുകൾ ആരാ? ഈ സെല്ലുകളാണ് സാറേ ആര്? ഈ സെല്ലാണ് മക്കളെ എന്തടാ? ആന്റിപോഡൽസ്. ഈ സെല്ലാരാ? സി ആരാ? ആന്റിപോഡൽസാ. ഈ കാണുന്ന ബി ആണ് ആര്? സെൻട്രലിൽ ഇരിക്കുന്ന രണ്ട് പേര്. ഈ രണ്ട് ഉണ്ടംപൊരികളുടെ പേരെന്താ? ഈ ഉണ്ടംപൊരികളുടെ പേരാണ് സാറേ എന്തടാ? പോളാർ ന്യൂക്ലിയേ. എടാ ഇതാരാ? ആന്റിപോഡൽസാ. ഇതാരാ? പോളാർ ന്യൂക്ലിയേ. ഈ ഉള്ള രണ്ട് സെല്ലാരാ? ഇതാണ് മക്കളെ ആര്? ഈ ഉള്ള സെൽസ് ആണ് ആര്? സിനർജിറ്റ്സ്. അപ്പൊ എ ആരാ? സിനർജിറ്റ്സ്. ഈ ഡി എന്ന് പറഞ്ഞാൽ എന്താ? സിനർജിറ്റ്സിലെ ഈ തിക്കനിങ്ങാ. ഈ തിക്കനിങ്ങളുടെ പേരെന്താ? ഈ തിക്കനിങ്ങളുടെ പേരാണ് സാറേ എന്ത്? ഫില്ലിഫോം. ഫില്ലിഫോം അപ്പാരറ്റസ്. എന്താ വിളിക്കുക? ഫില്ലിഫോം അപ്പാരറ്റസ്. അപ്പൊ എന്താ? സി ആന്റിപോഡൽസ്, ബി പോളാർ ന്യൂക്ലിയേ, എ എന്ന് പറഞ്ഞ സിനർജിറ്റ്സ്. ആ എയിലുള്ള സിനർജിറ്റ്സിലുള്ള തിക്കനിങ്ങിന്റെ പേരെന്താടാ? ഫില്ലിഫോം അപ്പാരറ്റസ്. പിന്നെ അല്ല സാറേ, ഇനി പറ സൈഗോട്ടിന്റെ പ്ലോയിഡ് എത്ര? സൈഗോട്ടിന്റെ പ്ലോയിഡ് എത്ര? ചോദിക്കാറുണ്ട് കേട്ടോ മക്കളെ, ചത്താലും മറക്കല് മക്കളെ. സൈഗോട്ടിന്റെ പ്ലോയിഡ് ആണടാ 2n. എത്രടാ സൈഗോട്ടിന്റെ പ്ലോയിഡ് എത്ര മക്കളെ? 2n ആ സാറേ. പിന്നെ അല്ല, പെന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. പെന്നിന്റെ പ്ലോയിഡ് എത്രടാ? 3n. സൈഗോട്ടിന്റെ 2n, പെന്നിന്റെ എത്രടാ? 3n. സൈഗോട്ട് 2n, പെന്ന് 3n. സെറ്റ് അല്ലേടാ? സെറ്റാ സാറേ. അടുത്ത് നോക്ക് മക്കളെ, എന്താണ് പോളിനേഷൻ? പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് നേരെ എങ്ങോട്ട് പോവാ? സിഗ്മയിലേക്ക് പോവാ. ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് സിഗ്മയിലേക്ക് പോവാ. ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് സിഗ്മയിലേക്ക് പോകുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്? പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സിഗ്മ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സിഗ്മ. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? പോളിനേഷൻ. 3 ടൈപ്പ് പോളിനേഷൻ ഉണ്ട് ചങ്ങായിമാരെ. ഏതൊക്കെയാ? ഓട്ടോഗമി, ജിറ്റിനോഗമി, സീനോഗമി. ഏതൊക്കെയാ സാറേ? ഓട്ടോഗമി, ജിറ്റിനോഗമി, സീനോഗമി. ഓട്ടോഗമി, ജിറ്റിനോഗമി, സീനോഗമി. ഈ 3 പോളിനേഷനാ കാണുക. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഒരു ഫ്ലവറിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന പോളിനേഷൻ. ഒരു ഫ്ലവറിന്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന പോളിനേഷൻ ആണ് ആര്? ഓട്ടോഗമി. ഓട്ടോഗമി. എടാ ഇനി അടുത്ത് നോക്കേ, എന്താ ജീറ്റിനോഗമി? ജീറ്റിനോഗമി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഒരു പ്ലാന്റിന്റെ 2 ഫ്ലവർ. നോക്കേ, ഇത് ഒരു പ്ലാന്റാ. ഈ പ്ലാന്റിന്റെ 2 ഫ്ലവറിലെ ഇവര് ഈ 2 ഫ്ലവർ തമ്മിൽ നടക്കുന്ന പോളിനേഷൻ, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ജീറ്റിനോഗമി. എന്താ സാറേ സീനോഗമി എന്ന് പറഞ്ഞാൽ? ഇത് ഒരു പ്ലാന്റിന്റെ ഫ്ലവറാ, ഇത് വേറൊരു പ്ലാന്റിന്റെ ഫ്ലവറാ. ഇങ്ങനെ 2 വ്യത്യസ്ത പ്ലാന്റുകളുടെ ഫ്ലവർ തമ്മിൽ നടക്കുന്ന പോളിനേഷൻ. 2 വ്യത്യസ്ത പ്ലാന്റുകളുടെ ഫ്ലവർ തമ്മിൽ നടക്കുന്ന പോളിനേഷൻ, അതാണ് എന്ത്? സീനോഗമി. ഏതൊക്കെ സാറേ? പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പോളൻ ഗ്രെയിൻസ് ആന്തറിൽ നിന്ന് സിഗ്മയിലേക്ക് വീഴുക. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സിഗ്മ. 3 ടൈപ്പ് ഏതൊക്കെ? ഓട്ടോഗമി, ജിറ്റിനോഗമി, സീനോഗമി. ഒരു ഫ്ലവറിനുള്ളിൽ നടക്കുന്ന പോളിനേഷൻ ആണ് ആര്? ഓട്ടോഗമി. എന്താ സാറേ ജിറ്റിനോഗമി? ഒരേ പ്ലാന്റിലെ 2 ഫ്ലവർ തമ്മിൽ നടക്കുന്ന പോളിനേഷൻ ആണ് ജിറ്റിനോഗമി. എന്താ സാറേ സീനോഗമി എന്ന് പറഞ്ഞാൽ? 2 വ്യത്യസ്ത പ്ലാന്റിന്റെ ഫ്ലവർ തമ്മിൽ നടക്കുന്ന പോളിനേഷൻ ആണ് സീനോഗമി. സെറ്റല്ലേ മക്കളെ? പവറിലേടാ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ മക്കളെ. അടുത്ത് നോക്കുക മക്കളെ, ഡിഫൈൻ പോളിനേഷൻ. എന്താ സാറേ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ?
എന്താ പോളിനേഷൻ നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സിഗ്മ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സിഗ്മ. ഇങ്ങനെ പോളിനേഷൻ സഹായിക്കാനേ, പോളിനേഷൻ നടത്താൻ സഹായിക്കുന്ന ആൾക്കാരാണ് പോളിനേറ്റിംഗ് ഏജന്റ്. ആരൊക്കെയാ ഏജന്റ്? വിൻഡ് ഏജന്റ് ആകാം, വാട്ടർ ഏജന്റ് ആകാം, ഇൻസെക്ട് പ്രാണികളും ഏജന്റ് ആകാം. വിൻഡ്, വാട്ടർ, ഇൻസെക്ട് ഇവരൊക്കെ എന്താ മക്കളെ? ഏജന്റുകളാ. മക്കളെ വിൻഡ് ഏജന്റ് ആകണമെങ്കിൽ പ്ലാന്റിന് എന്തൊക്കെ പ്രത്യേകതകൾ വേണം മക്കളെ? വിൻഡ് ആണ് പോളിനേഷനെ സഹായിക്കണമെങ്കിൽ അവരുടെ സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ എന്താ? ആന്തർ ഇരിക്കുന്ന ഭാഗം. സ്റ്റേമൻ എപ്പോഴും തുറന്നിരിക്കണമടാ, എക്സ്പോസ്ഡ് ആയിരിക്കണം. സ്റ്റേമൻ തുറന്നിരിക്കണം. സ്റ്റേമൻ തുറന്നിരുന്നാലല്ലേ പോളൻ ഗ്രെയിൻസിന് കാറ്റത്ത് പറന്നു പോകാൻ പറ്റുള്ളൂ വേഗം. എടാ ഈ സ്റ്റേമൻ്റെ ഉള്ളിൽ ആര് കാണുക? പോളൻ ഗ്രെയിൻസ് കാണുക. ഈ സ്റ്റേമൻ തുറന്നിരുന്നാലല്ലേ ഈ കാറ്റിന് വേഗം വന്ന് പോളൻ ഗ്രെയിൻസിനെ എടുത്തോണ്ട് പോകാൻ പറ്റുക. അപ്പൊ എന്താ? സ്റ്റേമൻ എക്സ്പോസ്ഡ് ആയിരിക്കണം, സ്റ്റേമൻ തുറന്നിരിക്കണം. അടുത്ത എന്താ അറിയോ മക്കളെ? പോളൻ ഗ്രെയിൻസ് എന്തായിരിക്കണം? പോളൻ ഗ്രെയിൻസ് എന്തായിരിക്കണം? പോളൻ ഗ്രെയിൻസ് എന്തായിരിക്കണം എടാ? ലൈറ്റ് ആയിരിക്കണം, ചെറുതായിരിക്കണം. അല്ലേ കാറ്റിന് പറത്തിക്കൊണ്ട് പോകാൻ പറ്റണ്ടേ? അപ്പൊ പോളൻ ഗ്രെയിൻസ് എന്താ 1 കിലോ വെയിറ്റ് ആകാൻ പറ്റുമോ? ഇല്ല, ചെറുതായിരിക്കണം. പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആയിരിക്കണം. 1 സ്റ്റേമൻ തുറന്നിരിക്കണം, 2 പോളൻ ഗ്രെയിൻസ് ചെറുതായിരിക്കണം. മക്കളെ വാട്ടർ ആണ് പോളിനേഷൻ നടത്തണമെങ്കിലേ ഈ പോളൻ ഗ്രെയിൻസിന് ഏത് ഷേപ്പ് വേണമെടാ? റിബൺ ഷേപ്പാ. വാട്ടർ വഴിയാണ് പോളിനേഷൻ നടക്കണമെങ്കിൽ ആ പോളൻ ഗ്രെയിൻസ് ഏത് ഷേപ്പിലാ കാണണ്ടേ? റിബൺ ഷേപ്പിലാ. ഏത് ഷേപ്പിലാ കാണണ്ടേ? റിബൺ ഷേപ്പിലാ കാണണ്ടേ. അടുത്താണ് മക്കളെ, പോളൻ ഗ്രെയിൻസിന് ഒരു കവറിങ് കൂടെ വേണം. ആ കവറിങ്ങിന്റെ പേരെന്താടാ? മ്യൂസിലേജിനസ് കവറിങ്. ആ കവറിങ്ങിന്റെ പേരെന്താടാ? മ്യൂസിലേജിനസ് കവറിങ്. ഇത്രയും പ്രോപ്പർട്ടി വേണം പോളൻ ഗ്രെയിൻസിന്. എന്തൊക്കെയാ? പോളൻ ഗ്രെയിൻസ് റിബൺ പോലെ ഇരിക്കണം, പോളൻ ഗ്രെയിൻസ് വെള്ളത്തിൽ നനയാതിരിക്കാൻ ഒരു കവറിങ് വേണം. ആ കവറിങ്ങിന്റെ പേരെന്താ? മ്യൂസിലേജിനസ് കവറിങ്. ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്ത് പോളിനേഷൻ നടക്കുള്ളൂ? വാട്ടർ വഴി പോളിനേഷൻ നടക്കൂ. അടുത്ത ഇൻസെക്ട് വഴി നടക്കണമെങ്കിലോ? ഇൻസെക്ട് വഴി പോളിനേഷൻ നടക്കണമെങ്കിലോ ഇൻസെക്ട് വരണം, തേൻ കുടിക്കണം, നല്ല സ്മെല്ലൊക്കെ കാരണം പ്ലാന്റിലേക്ക് വരണം. ഇൻസെക്ട് തേൻ കുടിക്കുന്ന വഴി ഇവരുടെ ദേഹത്ത് പോളൻ ഗ്രെയിൻസ് പറ്റിപ്പിടിക്കും. എന്നിട്ട് വല്ല സിഗ്മയിലേക്ക് പോകുമ്പോൾ അവിടെ പോളിനേഷൻ നടക്കും. അപ്പൊ നോക്ക് മക്കളെ, ഇൻസെക്ട് വഴിയാണ് പോളിനേഷൻ നടക്കണമെങ്കിൽ നല്ല ഫ്ലവേഴ്സ് ആയിരിക്കണം. ഫ്ലവേഴ്സ് എന്തായിരിക്കണം മക്കളെ? ഫ്ലവേഴ്സ് എന്തായിരിക്കണം അവിടെ? കളർഫുൾ ആയിരിക്കണം, കാണാൻ നല്ല അടിപൊളിയായിരിക്കണം. ഫ്ലവേഴ്സ് കളർഫുൾ ആയിരിക്കണം. ഫ്ലവേഴ്സിന് നല്ല സ്മെല്ല് ഉണ്ടായിരിക്കണം. ഫ്ലവേഴ്സിന് നല്ല മണം ഉണ്ടായിരിക്കണം. അടുത്തെന്താ? ഫ്ലവേഴ്സിന് നല്ല കളർ ഉണ്ടായിരിക്കണം, നല്ല മണം ഉണ്ടായിരിക്കണം. ഫ്ലവേഴ്സിൽ എന്തുണ്ടായിരിക്കണം? നെക്ടർ, തേൻ ഉണ്ടായിരിക്കണം. ഫ്ലവേഴ്സിൽ എന്തുണ്ടായിരിക്കണം? തേൻ ഉണ്ടായിരിക്കണം. അത് മാത്രല്ലടാ, അവരുടെ പോളൻ ഗ്രെയിൻസ് എന്താ? അവരുടെ പോളൻ ഗ്രെയിൻസ് എന്താ? സ്റ്റിക്കി ആയിരിക്കണം. സ്റ്റിക്കി എന്ന് പറഞ്ഞാൽ എന്താ? പറ്റിപ്പിടിക്കുന്നതായിരിക്കണം. പോളൻ ഗ്രെയിൻസ് പ്രാണികളുടെ ദേഹത്തെ ഒട്ടിപ്പിടിക്കുന്നതായിരിക്കണം, സ്റ്റിക്കി ആയിരിക്കണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്താടാ? എക്സ്പോസ്ഡ് സ്റ്റേമൻ, പോളൻ ഗ്രെയിൻസ് ചെറുതായിരിക്കണം, റിബൺ ഷേപ്പ് ആയിരിക്കണം, മ്യൂസിലേജിനസ് കവറിങ് ആയിരിക്കണം, ഫ്ലവേഴ്സ് കളറായിരിക്കണം, നല്ല സ്മെല്ല് ഉണ്ടായിരിക്കണം, തേൻ ഉണ്ടായിരിക്കണം, പോളൻ ഗ്രെയിൻസ് ചെറുതുമായിരിക്കണം. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഉള്ളത് 3 ചാപ്റ്ററിന് ഇപ്പം തന്നെ പകുതി സെറ്റായി മക്കളെ. ഇതേപോലെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടാൽ ബാക്കി സെറ്റല്ലേടാ. അപ്പം ഞാനുണ്ട് നിങ്ങളോടൊപ്പം, നിങ്ങളില്ലേ എൻ്റെ കൂടെ വെടിക്കെട്ടായി തിമിർത്താടാൻ പവറായിട്ട് എൻ്റെ മുഞ്ചാരകൾ കാണൂലേ? ഈ മഞ്ചാര സാറും കാണൂടാ. ബാക്കി നമുക്ക് ലൈവിൽ കാണാടാ ക്വസ്റ്റ്യനുമായിട്ട്. ബൈ.